നമസ്കാരം. രാഷ്ട്രീയ വൃത്തത്തിലേക്ക് സ്വാഗതം. ഇനി കേവലം ഒരാഴ്ച മാത്രമേ വോട്ടെടുപ്പിന് ബാക്കിയുള്ളൂ. ഓരോ ദിവസവും പുതിയ പുതിയ രാഷ്ട്രീയ ചലനങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാർഷലെ, ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായ ഒരു കാര്യം, ഇപ്പോൾ FCR വിദേശത്തു നിന്നുള്ള പണം വരുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള നിയമം അത് ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് സഭയിൽ ഇന്ന് അവതരിപ്പിക്കേണ്ടതായിരുന്നു, ഇന്ന് പാസ്സാക്കേണ്ടതായിരുന്നു. പക്ഷേ അത് മാറ്റിവെച്ചതായിട്ടാണ് ഇപ്പോൾ അവസാനം വരുന്ന വാർത്ത. അപ്പോൾ BJP ഇത് അതുമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ തിരിച്ചടി ഉണ്ടായേക്കാം എന്നുള്ള ഒരു തിരിച്ചറിവ് കൊണ്ടാണോ ഇത്തരം പെട്ടെന്നൊരു മാറ്റത്തിന് തയ്യാറായത്? സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മൾ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. എന്നാൽ തന്നെയും അവർ പറഞ്ഞ് തെളിയിക്കാൻ ശ്രമിക്കുന്ന കാര്യം അത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒന്നും കാര്യമായി ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനൊരു വിഷയം പൊങ്ങി വരുന്നത് ഏതെങ്കിലും സംസ്ഥാനത്ത് ഒരുപക്ഷെ അത് ഗുണകരമായിരിക്കാം, പക്ഷേ വേറൊരു സംസ്ഥാനത്ത് അത് ദോഷകരമായി വരാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്തരം ഒരു വിഷയമായി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ കാരണം BJPക്ക് ഒരു ചെറിയ തോതിലെങ്കിലും സഹായം നൽകുന്ന ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് ക്രൈസ്തവ ന്യൂനപക്ഷമാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ അവർ ഇതിനകത്തൊരു ഇപ്പം സതീശൻ കത്തയച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്, ഇത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈസ്തവ മേലധ്യക്ഷന്മാർ വാർത്താസമ്മേളനം നടത്തിയിട്ടുണ്ട്. അപ്പം അത്തരമൊരു പ്രതിഷേധം വരുമ്പോൾ ആ പ്രതിഷേധത്തെ ഒന്ന് അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി ഇങ്ങനൊരു തീരുമാനമെടുക്കാമെന്നുള്ളതാണ്. എന്തായാലും നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇപ്പോൾ ഒരാഴ്ച കൂടി തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് അപ്രിയമായിട്ടുള്ളത് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു കരുതൽ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി തന്നെ ഇപ്പോൾ അവതരിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ വ്യാഖ്യാനിക്കാം. ഇന്നലെ ഉണ്ണി പറഞ്ഞത് ഈ BJP ഇതൊന്നും അത്ര വലിയ കാര്യമാക്കുന്നില്ല, അവർക്ക് എന്തായാലും വിശാലമായ ദേശീയ തലത്തിലുള്ള അജണ്ടകളാണ് പ്രധാനം എന്ന് പറഞ്ഞു. പക്ഷേ ഇതിപ്പോൾ കാണുമ്പോൾ BJP കേരളത്തിലാണെങ്കിലും ന്യൂനപക്ഷങ്ങളെ അകറ്റിക്കൊണ്ടു പോകുന്നതിന്, അല്ലെങ്കിൽ അവർക്ക് ഒരു അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു തീരുമാനം, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തീരുമാനത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണോ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? മാറി നിൽക്കുന്നുവെന്ന് പറയാൻ പറ്റില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഇന്ന് ഈ ആഴ്ച തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് BJP ഗവൺമെന്റും കേന്ദ്ര സർക്കാരും ഇന്നലെ ആയിരിക്കത്തില്ലല്ലോ അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അവർക്കറിയാം ഇത് തെരഞ്ഞെടുപ്പ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു തീരുമാനം വന്നപ്പോൾ ഈ കേരളത്തിൽ നിന്നുണ്ടായ, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ എതിർപ്പ് പ്രതികരണം ഒരുപക്ഷെ BJPയെ ആ എതിർപ്പ് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് പാർലമെന്റിൽ സംഭവിക്കാൻ പോയത്, ഇന്ന് കേരളത്തിലെ MP-മാർ അവിടെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുക, അതൊരു രാഷ്ട്രീയ നാടകമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പാർലമെന്റ് പിരിയുകയാണ് ചെയ്തത്. പാർലമെന്റ് രാവിലെ ചേർന്നപ്പോൾ വലിയ ബഹളമായിരുന്നു, പാർലമെന്റ് നേരെ നടക്കാൻ ഉള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പാർലമെന്റ് മാറ്റിവെച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനെ മറ്റൊരു രീതിയിൽ ഇന്നലെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ചില ക്രിസ്ത്യൻ മിഷണറിമാർ ഇതിനെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഈ ഘട്ടത്തിൽ ഒരു വജ്രായുധം ലഭിച്ചതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർ ഭരണമാറ്റം കേരളത്തിൽ ആഗ്രഹിക്കുന്നവരാകും, അവരാഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ ഭരണം കേരളത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നതാവും. അപ്പോൾ അവർക്ക് ഒരു പിടിവള്ളി കിട്ടി, അത് കൃത്യമായി അവർ ഉപയോഗിച്ചു. അത് പാർലമെന്റിൽ അതൊരു കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്ത് അവതരിപ്പിക്കാനാണ് ഇവിടുത്തെ MP-മാർ. അതുകൊണ്ടാണല്ലോ ഇന്നലെ കേന്ദ്ര നേതൃത്വം, കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ഇന്ന് എല്ലാ MP-മാരും ഡൽഹിയിൽ ഉണ്ടാകണം എന്നുള്ളത് നിർദ്ദേശിച്ചത്. അവിടെ ഇന്ന് പുറത്ത് കേരളത്തിൽ നിന്നുള്ള MP-മാർ മാത്രമാണ് കൂട്ടം കൂടി നിന്ന് മുദ്രാവാക്യം വിളിച്ചത്. മറ്റ് കോൺഗ്രസ് MP-മാർ, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാരൊന്നും ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം കേരളത്തിൽ ഇത് കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മറ്റൊന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം, BJP ഇപ്പം കേരളത്തിൽ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്, കേരളത്തിൽ ഈ UDF ഭരണം തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവിടെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകൾ, തൃശ്ശൂർ ജില്ലകൾ, ഈ ജില്ലകളിലുള്ള സീറ്റുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് മാത്രമേ, അതിന് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു പിന്തുണ UDFന് ആവശ്യമാണ്. അവർ പിൻവാങ്ങിയപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ഭരണം തുടർച്ച സംഭവിച്ചത്, UDFന് ഭരണം കിട്ടാതെ പോയത്. അപ്പോൾ കൃത്യമായി അതൊരു അങ്ങനൊരു അവസ്ഥ വരാൻ വേണ്ടി അവിടെ ഇപ്പോൾ BJPക്ക് വിന്നിങ് സീറ്റുകളെന്ന്, അല്ലെങ്കിൽ ജയിക്കാൻ പോകുന്ന സീറ്റുകളെന്ന് കണക്കൂട്ടാൻ പറ്റുന്ന സീറ്റുകളൊന്നുമില്ല. അവിടെ ഒരു പക്ഷേ വലിയ ഡാമേജ് BJPക്ക് സംഭവിക്കാനും ഈ ജില്ലകളിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം BJP കണക്കൂട്ടുന്ന ജില്ലകളായാലും, ഇപ്പം കാസർഗോഡായാലും പാലക്കാടായാലും തൃശ്ശൂർ ഒരു പക്ഷേ ഒരു ഇമ്പാക്റ്റ് ചിലപ്പോൾ ഉണ്ടായേക്കാം. അവിടെ തിരുവനന്തപുരത്തും പക്ഷേ അത്രത്തോളം ഇല്ല. നിയമമണ്ഡലത്തിൽ ഈ ഒരു തീരുമാനം കൊണ്ട് ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെയും ഉള്ളത് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് അത് മാനേജ് ചെയ്ത് പോകാം. അതൊന്നും ഒരു ജയസാധ്യതയുള്ള മണ്ഡലമായിട്ട് BJP കണക്ക് കൂട്ടുന്നില്ല. പിന്നെ ഉള്ളത് പാലായാണ്. പാലായിൽ അത് എന്ത് സംഭവിക്കും എന്നുള്ളത്, പാലയും പൂഞ്ഞാറും. ഓക്കെ ഉണ്ണി, ഇപ്പോൾ ഈ BJPയിലേക്ക് പോകുമായിരുന്ന ക്രൈസ്തവ വോട്ടുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള താല്പര്യം നമ്മുടെ നാട്ടിൽ കുറച്ച് നാളായിട്ട് കണ്ടു വരുന്നുണ്ട്.
അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ BJP അത് കുറച്ചുകൂടെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതിന് ഒരു തടയിടുന്ന രീതിയിലായിപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ താല്പര്യപ്പെട്ടിരുന്ന ആളുകളെ പുറകോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ് FCRയെ സംബന്ധിച്ചുണ്ടായതും അതുപോലെ തന്നെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണങ്ങളും. എന്നാൽ പോലും ഇത് ഇന്നിപ്പം പാർലമെന്റിൽ അവതരിപ്പിച്ചില്ല എങ്കിൽ പോലും ഒരു സംശയം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് വേണോ എന്നുള്ളൊരു സംശയം ബാക്കിയാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ മാറിപ്പോകുന്ന വോട്ടുകൾ ആർക്ക് ഗുണം ചെയ്യും? അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഒരംഗങ്ങളാണല്ലോ ഇതുവരെ, ഒരംഗമാണ് നിയമസഭയിൽ BJPക്ക് ഉണ്ടായിരുന്നത്. ആ അംഗസംഖ്യ എങ്ങനെയെങ്കിലും ഈ അവസരത്തിൽ വർദ്ധിപ്പിക്കുക എന്നതാണ് കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ കാര്യം. അതിന് അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകളിൽ നിന്ന് ഒരു പങ്ക് BJPയിലേക്ക് വന്നു തുടങ്ങി. അതിന് സ്വാഭാവികമായി ആ ഷെയർ വർദ്ധിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്കുള്ള കേരളത്തിലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടുകളിലെ കോൺഗ്രസിൻ്റെ ഷെയർ BJPയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. ആ നീക്കത്തിന് ഏതെങ്കിലും തരത്തിലൊരു തടയിടുന്നതായിരുന്നു നമ്മൾ ഇന്നലെ വിലയിരുത്തിയ FCRയുടെ നിയമ ഭേദഗതി. അപ്പോൾ അതിപ്പോൾ മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ക്രിസ്ത്യൻ സഭകളെ അല്ലെങ്കിൽ നേതൃത്വത്തെ അവർ കേൾക്കാൻ തയ്യാറാകുന്നു, BJP കേൾക്കാൻ തയ്യാറാകുന്നു എന്ന ഒരു ആഖ്യാനം നേതാക്കൾക്ക് സഭാവിശ്വാസികളോടും സഭാ നേതൃത്വത്തോടും പറയാം. അങ്ങനെ അത് വിശ്വസിക്കുന്ന ആൾക്കൂട്ടവും ഉണ്ടാകും, അവരെ ചേർത്ത് നിർത്താൻ കഴിയും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വിജയസാധ്യതയുള്ള കുറച്ച് മണ്ഡലങ്ങൾ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി വരികയാണെങ്കിൽ അവർക്ക് ഇപ്രാവശ്യമെങ്കിലും നിയമസഭയിൽ ശക്തി കാണിക്കാൻ കഴിയുമെങ്കിൽ അതുവരെയും ഹോൾഡ് ചെയ്യുക. പക്ഷേ അവർ അപ്പോഴും പ്രഖ്യാപിത നയത്തിൽ നിന്നോ ഈ നീക്കത്തിൽ നിന്നോ പിന്തിരിയുമെന്ന് ഞാനിപ്പോഴും വിചാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു തന്ത്രപരമായ ഒരു നിശബ്ദതയോ ഒരു മാറ്റിവെക്കലോ ആയിട്ട് കണക്കാക്കാൻ കഴിയും. കാരണം ഇത് ദേശീയ തലത്തിലെടുക്കാൻ തീരുമാനം. എനിക്ക് തോന്നുന്നു ഈ തീരുമാനം വന്നതിന് പിന്നാലെ തന്നെ സഭാ അധ്യക്ഷന്മാരുടെയൊക്കെ ആദ്യത്തെ പ്രതികരണം വളരെ കുറച്ച് കാർക്കശ്യ സ്വഭാവത്തിലായിരുന്നു. പക്ഷേ പിന്നീട് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ചില ടെലിവിഷൻ ചർച്ചകളിലടക്കം പങ്കെടുത്ത സഭാ വക്താക്കളൊക്കെ കുറച്ചൊന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ നടപടികൾ എടുക്കട്ടെ, അത് നമ്മൾ ചെയ്യുന്നത് ശരിയായ നിലയിലാണല്ലോ, എന്തിനാ ഒരു ആശങ്ക ഉണ്ടാക്കുന്നത് എന്തിന് എന്ന നിലയിൽ കുറച്ചൊന്ന് മൈൽഡാക്കി. പിന്നീട് പക്ഷേ കിരൺ റിജിജുവിൻ്റെ പ്രതികരണമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് ഈ നിയമവുമായി മുന്നോട്ട് പോകുന്നത്. ലോകത്ത് മൈനോറിറ്റീസിന് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കൺട്രി എന്നത് ഇന്ത്യയാണ്. എല്ലാവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയും. ഇനി അങ്ങോട്ട് വേറെ ചർച്ചയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു വീണ്ടും സഭാ നേതൃത്വത്തിന് ഇത് അവിടെ വെച്ച് ഗേറ്റ് അടഞ്ഞോ, ഇനി ഒരു ചർച്ചയ്ക്ക് ഒരു സ്കോപ്പും ഇല്ല എന്ന് കണ്ടപ്പോഴാണ് വീണ്ടും കുറച്ചുകൂടി കടുത്ത സ്വരത്തിൽ. പിന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇന്നലെ തന്നെ പ്രതികരിച്ചതിൽ ഒരു വൈദികൻ അദ്ദേഹം പറഞ്ഞത് ഇതിപ്പോൾ ഒരു പെട്ടെന്ന് ഇതൊരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല, ചിലപ്പോൾ ലോങ് ടൈമിൽ സംഭവിച്ചേക്കുന്നതാണ്. ഇപ്പോൾ BJP നോക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് അടുപ്പമുണ്ടാക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ വോട്ടൊക്കെ വേണം, പക്ഷേ ഞങ്ങൾ എടുക്കുന്ന ചില നിലപാടുകൾ എന്ന് പറയുന്നത് കർശനമായ നിലപാടുകളായിരിക്കും, അതിൽ മാറ്റമുണ്ടാകില്ല എന്നുള്ള ശക്തമായ സന്ദേശം BJP കൊടുക്കുന്നുണ്ടോ? കൊടുത്തില്ല. ഇന്നലെ ജോർജ് കുര്യൻ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതികരണം കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞ് എന്താ ചർച്ച വരികയാണെങ്കിൽ ചർച്ച വരട്ടെ, ഇത് 22,000 കോടി വരുന്നതിൽ ഭൂരിഭാഗം വരുന്നത് മെജോറിറ്റി അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സംഘടനകളിലേക്കാണ് ഈ പണം വരുന്നത്, അല്ലാതെ ഇതൊരു മൈനോറിറ്റി വിഭാഗത്തിന് വേണ്ടി മാത്രം ബാധിക്കുന്ന വിഷയമല്ല എന്ന് ജോർജ് കുര്യൻ തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് ചില മതമേലധ്യക്ഷന്മാർ അവരുടെ രാഷ്ട്രീയ നഗ്നത പ്രകടമാക്കി എന്നുള്ളതല്ലാതെ അതിനപ്പുറം മറ്റൊന്നും ഇതിനകത്ത് സംഭവിക്കില്ല. കാരണം ആൾക്കാർക്കറിയാം FCRയെ ബാധിക്കുന്നത് ആരെയാണ്. ഇതൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എതിരായ ഒരു നീക്കമായിട്ട് ഒരിക്കലും വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇത് രാജ്യത്തിൻ്റെ മുഴുവൻ താല്പര്യവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത്തരം സംഘടനകൾ തന്നെ വളരെ കുറവാണ്. മറ്റേതെങ്കിലും സാമൂഹിക സംഘടനകൾ ഇതിനകത്ത് അതിലൊരു കുഴപ്പമുണ്ട്. അതിനകത്ത് പ്രശ്നം പറഞ്ഞാൽ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മളങ്ങനെ പറയുമ്പോഴും ക്രൈസ്തവ സഭകളുടെ മുഖപത്രങ്ങൾ, ദീപിക മുഖപത്രം ഉൾപ്പെടെ അവർ പറഞ്ഞു കഴിയുകയാണ് ഇത് മൈനോറിറ്റിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്, ഞങ്ങൾക്കെതിരെയാണ് എന്ന് അവർ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഇന്നിത് മാറ്റിവെച്ചു എന്നുള്ളത് കൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഗുണം ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. മറ്റു വിഷയത്തിലേക്ക് പോവാം. ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അന്ന് പോറ്റിയെ കയറ്റിയത് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്നു. ഇപ്പോൾ പോറ്റിയെ കയറ്റിയത് ആരപ്പ, സ്വർണം കട്ടത് ആരപ്പ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇത് വന്നു, അത് കഴിഞ്ഞ് അതിന് മറുപടിയായിട്ട് പാരഡി ബൃന്ദാകാരാട്ടിൻ്റെ വന്നു. അതെ, സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോയത് ആരപ്പ. വീണ്ടും ഈ ഒരു പാരഡിയും അതൊക്കെ സജീവമാകുകയാണോ? അല്ല, അത് ഒന്ന് എനിക്ക് തോന്നുന്നത് രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം വരികയും ഒരു വിഷയം ഉയർത്തുകയും ചെയ്ത് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അതിൻ്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതേ സാധനവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഗുണകരമാകുമെന്ന് ഞാൻ പറഞ്ഞല്ല, രമേശ് ചെന്നിത്തല ആശങ്കപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ശബരിമല പല തവണയും
ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭയങ്കരമായ നഷ്ടം LDF ഉണ്ടാക്കിയത് ശബരിമലയായിരുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള LDF വളരെയധികം ദോഷകരമായി ബാധിച്ചു. ഇപ്പം MV ഗോവിന്ദൻ പറയുമായിരിക്കും സ്വാഭാവികമായിട്ടും കണക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത് കുറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും സ്ഥാനാർത്ഥികൾ തോക്കാനും ഒരു വലിയ മുദ്രാവാക്യമായിട്ട് ആൾക്കാർ പോറ്റിയ കയറിതാരപ്പ എന്നുള്ള സാധനവും അങ്ങ് വൈറലാകുകയും ചെയ്തതിൻ്റെ പിന്നിൽ കാരണം ശബരിമലയായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നിട്ട് മലയാളത്തിൽ സ്വർണം കട്ട ധാരപ്പ എന്ന് പാടിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ആ സ്വർണത്തിൻ്റെ ആരാണ് പോറ്റിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഫോട്ടോയുടെ കാര്യം പറഞ്ഞതുകൊണ്ടോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ കാര്യത്തിൽ ആർക്കെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായമുണ്ടോ? എനിക്ക് വ്യക്തിപരമായി എനിക്ക് ആ ക്യാമ്പയിൻ രീതിയോടെ എനിക്ക് ആദ്യം മുതലേ വിയോജിപ്പാണ്. ഈ സ്വർണം കെട്ട ആരപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസപരമായി പോലും അത് ഭയങ്കര ഒരു മോശം ക്യാമ്പയിനായിരുന്നു. പക്ഷേ ഇപ്പോൾ മാർഷൽ ഏട്ടൻ പറഞ്ഞ പോലെ അന്നത്തെ സമയത്ത് പെട്ടെന്ന് നമുക്ക് ഇപ്പോഴത്തെ പൊതുസമൂഹത്തിന് ഉള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവർത്തനം പറ്റില്ല. പെട്ടെന്ന് ആളുകൾ മടുത്തു. എന്ത് കേസ് ഇതല്ലേ, ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഒരു സിനിമ, ഒരു ഗംഭീര സിനിമ വന്ന രണ്ടാമത്തെ ഭാഗം ഉപയോഗിക്കുക അതിൻ്റെ അത്ര പോരാന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇങ്ങനെ എക്സ്ട്രീം കയറി പോകണം. അപ്പോൾ നമ്മൾ ഈ കണ്ടനുഭവിച്ച് ഈ പാട്ട് കേട്ടാന്ന് മടുത്ത് എന്തിന് ഇപ്പോഴത്തെ ഈ ഡീൽ ആരോപണം തന്നെ പഴകിയില്ലേ. ഈ ഡീൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഡീൽ, ജനങ്ങളുമായിട്ടാണ്, അത് പറയാത്ത നേതാവില്ല. ആ വാർത്ത വായിക്കുന്ന നമ്മൾ മടുത്തു, കേൾക്കുന്ന പ്രേക്ഷകർ മടുത്തു. അപ്പോൾ അത് പറഞ്ഞ് പഴകി നാശമായ ഒരു ക്യാമ്പയിൻ രീതിയായിട്ടാണ് അത് വീണ്ടും എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാകുന്നില്ല. ഇലക്ഷൻ വരുമ്പോഴേ ഇതിനൊരു ഷോക്ക് ഉണ്ടായിരുന്നു ശബരിമല. മാത്രമല്ല സർക്കാരിന് ഒരു വ്യക്തതയില്ല ഇതെന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അതിനകത്ത് UDF തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം ശബരിമല അതിന്റെ തീവ്രതയിൽ നിൽക്കുന്ന സമയമാണ്. അതിനകത്ത് ഒരു വലിയ ഭീകരമായ കാര്യങ്ങൾ സംഭവിച്ചൊന്നും മറ്റും പാട്ടല്ല അതിനകത്ത് ഇമ്പാക്ട്. ആ പാട്ട് അതിന്റെ കൂടെ ഓടിപ്പോയെന്നേ ഉള്ളൂ. പക്ഷെ ഇവരിത് കഴിഞ്ഞ് ഈ പാട്ടെടുത്ത് ഉപയോഗിച്ചപ്പോൾ അത് ഭയങ്കര വൾഗറായിട്ടാണ്. അത് മാത്രമല്ല ഇപ്പൊ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന് വീണ്ടും പാടിപ്പിച്ചത് അസ്ഥാനത്താണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഉടനെ തന്നെ CPM-ന്റെ ട്രോൾ ഇറങ്ങി, മുഖ്യമന്ത്രി അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സോണിയാഗാന്ധിയുടെ അതാ പറഞ്ഞ അങ്ങനെ ഒരു നാണക്കേടിനെ രാഹുൽ ഗാന്ധി നിർത്തി കൊടുക്കരുതായിരുന്നു. അല്ല അതിനകത്തെന്ന് വെച്ചാൽ ഇത് ടോട്ടലി കേരളത്തിൽ പറയാൻ കോൺഗ്രസിന് ധൈര്യമില്ല. കാരണം അതിനകത്ത് മറ്റേ ഫോട്ടോയ്ക്കൊന്നും മറുപടി പറയാൻ എങ്ങനെ മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ മധ്യ തിരുവിതാംകൂറിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ അവിടെ ഇതൊന്ന് പയറ്റി നോക്കി, അതിന്റെ തിരിച്ചൊരു പണി കിട്ടുകയും ചെയ്തു. മാത്രമല്ല ശബരിമലയെ സംബന്ധിച്ച് ഇപ്പം ഏതാണ്ട് സർക്കാർ ഇപ്പോൾ CPM-ഉം സർക്കാരും ഒക്കെ ശബരിമലയുടെ കാര്യത്തിൽ മയപ്പെട്ടു എന്നുള്ളൊരു ഫീല് പൊതുവേ ഉണ്ട്. അവിടെ ആചാരത്തിന്റെ കാര്യത്തിലായാലും തീരുമാനത്തിൽ മുമ്പുണ്ടായിരുന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറി. അതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ പത്മകുമാറിനപ്പുറം മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ശബരിമലയിൽ CPM ഇനി ഒരു ദുരുദ്ദേശവുമായി അല്ലെങ്കിൽ CPM-ന്റെ ഭാഗത്തുനിന്ന് 2019 കഴിഞ്ഞ തവണയും ഇത് രാഷ്ട്രീയമായി UDF ഉപയോഗിക്കുന്നു എന്ന ഫീൽ പൊതുജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അത് ആ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന മെസ്സേജ് കൊടുക്കാതെ അതിന് രാഷ്ട്രീയ ആനുകൂല്യം കൈപ്പറ്റുകയാണ് UDF ചെയ്തത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല, നേരിട്ട് ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് എന്ന് പൊതുജനങ്ങൾക്ക് ശബരിമലയുടെ യഥാർത്ഥ ഭക്തർ ഇതൊരു ശബരിമല വിശ്വാസത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഇത് ഇതുവരെയും ശബരിമല ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാതെ, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാകാതെ അത് ഉറങ്ങിക്കിടക്കുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിയമത്താര് ജയിക്കും? നിയമത്താര് ജയിക്കും എന്ന് ചോദിച്ചാൽ, നിയമം എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം 2011 അതിൻ്റെ പുതിയ ഘടനയിലേക്ക് വന്നതിന് 3 തവണയാണ് തെരഞ്ഞെടുപ്പ് നടന്നേക്കുന്നത്. അതിൽ V ശിവൻകുട്ടി ആദ്യത്തെ തവണ വിജയിച്ചു. അദ്ദേഹം വിജയിക്കുമ്പോൾ 2ാം സ്ഥാനത്ത് അതുവരെ UDF-ന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം തിരിച്ചു പിടിച്ചുകൊണ്ടാണ് വരുന്നത്. ശക്തിന് ശേഷം ശിവൻകുട്ടി ജയിക്കുന്നു. അന്ന് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് O രാജഗോപാലാണ്. 43,000 വോട്ട് നേടി O രാജഗോപാൽ 2ാം സ്ഥാനത്ത് വരുന്നു. അന്ന് UDF-ന്റെ കാൻഡിഡേറ്റ് 20,000 വോട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ തന്നെ ചിത്രം അങ്ങ് മാറുകയാണ് 2011. എന്നാൽ ഈ 43,000 വോട്ട് നേടിയ O രാജഗോപാൽ തനിക്ക് അവിടെ അല്ലെങ്കിൽ BJP പൊളിറ്റിക്സിന് NDAക്ക് അവിടെ ഒരു മത്സരം നടത്താൻ സാധിക്കുമെന്ന് തിരിച്ചറിയുകയാണ്. അത് അദ്ദേഹം തിരിച്ചറിയുന്നത് അതിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്ത് നല്ല വോട്ട് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു 2016. ആ സമയത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, UDF-ന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്ന ആൾക്ക് വെറും 13,000 വോട്ട് മാത്രമാണ് കിട്ടുന്നത്. വി സുരേന്ദ്രൻപിള്ള. ആ 13,000 വോട്ട് കിട്ടുമ്പോൾ അവിടെ 67,000 വോട്ടോടുകൂടി അന്ന് V ശിവൻകുട്ടി 59,000 വോട്ട് നേടി. പഴയ 50-ൽ നിന്ന് 9,000 വോട്ട് കൂടുതൽ നേടി. എന്നിട്ട് പോലും അദ്ദേഹം പരാജയപ്പെട്ടു. കാരണം 67,000 വോട്ടോടുകൂടി O രാജഗോപാൽ അവിടെ ജയിക്കുകയും BJP അവിടെ ഒരു തേരോട്ടം നടത്തുകയാണ് ചെയ്തത്. എന്നാൽ ശ്രദ്ധിക്കൂ, O രാജഗോപാൽ എന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവ്, BJP NDAയുടെ സ്ഥാനാർത്ഥി, ആദ്യമായി കേരള നിയമസഭയിൽ എത്തുന്ന അദ്ദേഹം 5 വർഷം അവിടെ പ്രവർത്തി. എനിക്ക് തോന്നുന്നു രാജുവേട്ടനോട് തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹം എനിക്ക് പണി പറ്റില്ല എന്ന് ഞാൻ കാണുന്നു. എൻ്റെ പൂജപ്പര ആയതുകൊണ്ട്, എൻ്റെ മണ്ഡലം ആയതുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് നിങ്ങൾ രണ്ടുപേരുടെയും വലിയൊരു ഫ്ലെക്സ് വീടിൻ്റെ മുന്നിൽ തന്നെ കണ്ട്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് ഈ പണി പറ്റില്ല എന്ന് പറഞ്ഞ് CPM പ്രചരണം ആരംഭിച്ചു. അതിൻ്റെ റിസൾട്ട് കാണുകയാണ്.
പിന്നെ അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പ് 2021 അദ്ദേഹം മത്സരിക്കുന്നില്ല. പകരം വരുന്നത് കുമ്മനം രാജശേഖരനാണ്. കുമ്മനം രാജശേഖരൻ വരുമ്പോൾ അദ്ദേഹത്തിനും ആ 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതീവ ഭൂരിപക്ഷമാണ് കിട്ടുന്നത്. 52,000 വോട്ടുമായിട്ടാണ് കുമ്മനം രാജശേഖരൻ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വരുന്നത്. പക്ഷെ അവിടെ ഒരു അക്കൗണ്ട് പൂട്ടിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തത് മുഖ്യമന്ത്രിയാണെങ്കിലും അത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് UDF ആയിരുന്നു. കാരണം ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി കെ മുരളീധരനെ അവിടെ മത്സരിപ്പിക്കുന്നു. അദ്ദേഹം ലോക്സഭയെ പിടിച്ച ശശി തരൂർ പിടിച്ച അത്രയും വോട്ട് പിടിക്കുന്നില്ല. ശശി തരൂർ 48,000 വോട്ടോളം പിടിച്ചു. അത്രയും അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റിയില്ലെങ്കിലും 36,000 വോട്ട് അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റുന്നു. അതോടുകൂടി BJPയുടെ വോട്ട് കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ വി ശിവൻകുട്ടി ജയിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യവും സമാനമാണ്. അതുകൊണ്ട് ആര് ഇപ്പോൾ ഈ ശബരിനാഥ് എത്ര വോട്ട് പിടിക്കുന്നതു എന്നതിനനുസരിച്ചായിരിക്കും അവിടെ ആര് ജയിക്കുക എന്ന് പറയാം. കെ മുരളീധരൻ പിടിച്ചതിനേക്കാൾ കൂടുമോ കുറയുമോ ശബരിനാഥൻ പിടിക്കുന്ന വോട്ട്? ശബരിനാഥിന് അവിടെ വോട്ട് കെ മുരളീധരൻ്റെ അത്രയും പിടിക്കാൻ ഒട്ടും പറ്റില്ല. അവിടെ ഇപ്പം മാർഷൽ പറഞ്ഞതുപോലെ തന്നെ ആ കണക്ക് നമ്മൾ കൂടുതൽ പോകുമ്പോൾ കോംപ്ലിക്കേഷൻ ആവും. നിയമത്തിൽ കണക്കാണ് മുഴുവൻ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന അവിടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കെ മുരളീധരൻ്റെ ഒരു ഇമ്പാക്റ്റാണ് അവിടെ BJP പരാജയപ്പെടുന്നത്. കുമ്മനത്തിന് പരാജയമുണ്ട്. ഏതാണ്ട് 4,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ശിവൻകുട്ടി കുമ്മനത്തെ മറികടന്നുകൊണ്ട് അവിടെ വിജയത്തിലെത്തിയത്. അവിടെ ഈ കഴിഞ്ഞ ശിവൻകുട്ടി ജയിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ഏതാണ്ട് 3-4% വോട്ട് കുറവാണ്. 4% വോട്ട് കുറഞ്ഞു. BJPക്ക് ഒരു 11-12% വോട്ടും കുറഞ്ഞു. ഈ 2 വോട്ടും കൂടെ ഫ്ലോ ചെയ്തു പോയത് കെ മുരളീധരനിലേക്കാണ്. അപ്പോൾ അതിൽ നിന്ന് 25% വോട്ടിലേക്ക് ഉയർന്നത് കൊണ്ട് ആണ് അത്രയും വോട്ട് ഡിഫറൻസ് വന്നത്. അപ്പോൾ അതിൽ നിന്ന് അത്രയും ഒരു വോട്ട് 25% വോട്ടിലേക്ക് എത്താൻ ശബരിനാഥന് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മാത്രമല്ല ഞാൻ കരുതുന്നത് ഇത്തവണ രാജീവ് ചന്ദ്രശേഖരന് ജയിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ സാധ്യതയും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ SDPIയുടെ ഒരു ഫാക്ടർ അവിടെ വരും. SDPI ശിവൻകുട്ടി എനിക്ക് തോന്നുന്ന കഴിഞ്ഞ തവണ മുസ്ലിം വോട്ടുകൾ അവിടെ ഭിന്നിച്ച് മുരളീധരനിലേക്കും കൂടെ അതായിരിക്കണം ഈ 3-4% ശിവൻകുട്ടിയിൽ നിന്ന് ഫ്ലോ ചെയ്തു പോയതായിട്ട് നമുക്ക് കാണുന്നത്. അതൊരു മുസ്ലിം വോട്ടിൽ ഡിവിഷൻ ഉണ്ടായിട്ടുണ്ട്. അത് മുരളിയിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഒരു പക്ഷേ മുസ്ലിം വോട്ട് ശിവൻകുട്ടിയിലേക്ക് മാറുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ അതൊരു SDPIയുടെ വോട്ടുണ്ട് എന്ന് SDPI തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് അവിടെ ഹിന്ദു വോട്ടിന്റെ ഒരു ഏകീകരണം രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായിട്ടുണ്ട്. SDPIയുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ അതുപോലെ തന്നെ വി ശിവൻകുട്ടി തുറന്നു പറയുകയാണ്, ഞാൻ SDPIയോട് വോട്ട് ചോദിച്ചു എന്ന് പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി ശിവൻകുട്ടിക്ക് അദ്ദേഹം ചോദിച്ചു എന്നല്ല പറഞ്ഞത്, അത് തെറ്റാണ്. അദ്ദേഹം പറഞ്ഞത് അവരുടെ വോട്ട് ഞാൻ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. സ്വീകരിക്കും. അങ്ങനെയുള്ളവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് നിലപാടെടുക്കുക എന്നുള്ളതാണ് CPM ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ CPM നേതൃത്വമാണെങ്കിലും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. വി ശിവൻകുട്ടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഇത് SDPIക്ക് നാമമാത്രമായി അല്ലെങ്കിൽ എത്ര വോട്ട് എന്നുള്ളത് ജയിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അത്ര വലിയൊരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അവിടെ ഇല്ല. പക്ഷേ ഇത് ഹിന്ദു വോട്ടുകളിൽ അപ്പോൾ SDPIയുമായിട്ട് അവർക്ക് താല്പര്യമുണ്ട് എന്നുള്ളൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് വി ശിവൻകുട്ടിക്ക് ഗുണമാണോ ദോഷമാണോ? ശിവൻകുട്ടിക്ക് ദോഷം ചെയ്യും. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംഘടനാപരമായി നേരത്തെ അന്ന് സൂചിപ്പിച്ചതിൻ്റെ തുടർച്ച തന്നെയാണ്. സംഘടനാപരമായി അവരുടെ ശക്തി വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ BJPക്ക് ജയസാധ്യതയുള്ള ആദ്യത്തെ സീറ്റ് നിയമമാണ്. അപ്പോഴും കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഈ കണക്ക് വെച്ച് പ്രകാരവും അവർക്ക് തന്നെയാണ്. അപ്പോൾ ഒരു ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിന് SDPI വിവാദം വന്നതോടുകൂടി ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം തീർച്ചയായും അവിടെ സംഭവിക്കും. ഏറ്റവും ആദ്യം ജയസാധ്യതയുള്ള കാൻഡിഡേറ്റ് അവിടെ രാജീവ് ചന്ദ്രശേഖരൻ എന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ജമാഅത്ത് ഇസ്ലാമി UDFനെ പിന്തുണക്കുന്നു, SDPI CPMനെ പിന്തുണക്കുന്നു എന്ന് SDPI അങ്ങനെ പറയുന്നു. ഇത് രണ്ടും വിസിബിളായി നിൽക്കുമ്പോൾ ഹിന്ദു വോട്ടിൻ്റെ ഏകീകരണം ഉണ്ടാവുകയും അതിന് കറക്റ്റ് അത് BJPയിലേക്ക് അവിടെ പോൾ ചെയ്യപ്പെടുകയും ചെയ്യും എന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. മാത്രമല്ല ഈ ഇടത് വലത് മുന്നണികളെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകായി ഈ നിയമം ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 140 സീറ്റിൽ ഒരു സീറ്റ് മാത്രമായ നിയമത്തേക്ക് മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ബാക്കി 139ലും ഒരുപക്ഷെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇടത് വലത് മുന്നണികൾ എത്തിപ്പെട്ടു എന്നതാണ് എൻ്റെ വസ്തുത. അല്ല, അതിൽ അനന്തം പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതായത് LDFനാണ് അവിടെ 50,000 വോട്ട് മസ്റ്റായിട്ട് വരുന്നത്. 2011 ശേഷം നമ്മൾ കാണുന്നത് 2011 43,000 വോട്ടാണ് BJPക്ക് അവിടെ ഉള്ളത്, അതായത് NDAക്ക് ഉള്ളത്. അതിനുശേഷം 67 ആക്കുന്നു. പിന്നീട് അത് 51 കുറയാണ്. ഈ കുമ്മനം രാജശേഖരൻ ലോക്സഭയിൽ നേടിയത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവിടെ 61,000 വോട്ടിൻ്റെ ലീഡുമായിട്ട് അല്ലെങ്കിൽ 61,000 വോട്ടും വാങ്ങി 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷവുമായി അവിടെ മത്സരിക്കാൻ വരുമെന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോഴും നമ്മൾ ലോക്സഭ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭയിൽ അവിടെ നിയമസഭാ സീറ്റിൻ്റെ വോട്ട് നോക്കുമ്പോൾ വെറും 33,000 വോട്ടേ LDFന് അവിടെ ഉള്ളൂ. ആ 33,000 അവർ 59,000 കൂട്ടുന്നത്. എന്നാൽ ഇവർക്കാകട്ടെ നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഇതിനകത്ത് വേറെ പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ O രാജഗോപാൽ എന്ന് പറയുന്ന നേതാവ് ജയിക്കുന്നത് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ നഗരവാസികൾക്ക് അദ്ദേഹവുമായുള്ള ബന്ധമുണ്ട്. അത് നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതേസമയം കുമ്മനത്തിന് ആ സ്വീകാര്യത കിട്ടിയില്ല.
രാജീവ് ചന്ദ്രശേഖർ കുമ്മനത്തിൽ സ്വീകാര്യത കിട്ടാത്തത് കൊണ്ടല്ല, അവിടെ മുരളി എന്ന് പറയുന്ന സ്പെഷ്യൽ ഇഫക്റ്റ് ആണ് അവിടെ സംഭവിച്ചത്. ദിവീഷ്, ഇപ്പോൾ ഈ BJP ജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു നിർണായകമായ സ്വാധീനം വോട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഏകീകരിക്കുകയും ഈ BJP ജയിക്കാനുള്ള സാഹചര്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം പലയിടത്തും നടന്നിട്ടുള്ളതാണ്. അത് നിയമത്തിൽ സംഭവിച്ചൂടെ? അല്ല, എനിക്ക് തോന്നി ഇപ്പോൾ ഈ SDP LDF അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി UDF, ഇത് ആദ്യഘട്ടത്തിൽ UDFന് ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം കാര്യമായ നിലയിൽ ആളുകളുടെ ഇടയിൽ ചർച്ചയുണ്ട്. ഒരു സോഫ്റ്റ് ഹിന്ദു എന്ന നിലയിലുള്ള ആളുകളെങ്കിലും UDF വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ രീതിയിൽ കാര്യങ്ങൾ മാറുമോ, മന്ത്രി ഇപ്പോൾ പ്രധാനപ്പെട്ട ചുമതല അടക്കം ആ രീതിയിൽ ആളുകൾ ചിന്തിക്കുമോ എന്ന് കരുതി UDF വേണ്ട, പകരം LDF ആയിരിക്കും മെച്ചമെന്ന് കരുതി നിന്ന സ്ഥലത്താണ് പെട്ടെന്ന് ഈ SDPI ബന്ധം വരുന്നത്. പക്ഷേ SDPI ഇപ്പോൾ ലീഗ് എന്താണ് നമുക്കറിയാം, ഒരു മതേതര പ്രതിച്ഛായയായി കൃത്യമായി ആളുകൾ കുറച്ചുകൂടി സ്വീകരിച്ച ഒരു പാർട്ടിയാണ്. പക്ഷേ SDPI എത്രയോ കേസുകൾ അവരുടെ പേരിൽ നിൽക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ പല ഇഷ്യൂസിലും പോപ്പുലർ ഫ്രണ്ട് ഇഷ്യൂസിൽ പെട്ടാണ്. അപ്പോൾ അതുമായിട്ട് CPM ചേർന്നു എന്നത് ഈ കൺഫ്യൂസ്ഡ് ഹിന്ദു മെജോറിറ്റി എന്നത് വേണമെങ്കിൽ അല്ല, ഞാൻ ചേർന്നു എന്നല്ല പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഒരു ഹിന്ദു വിഭാഗത്തിലെ ഒരു വിഭാഗത്തിന് കൺഫ്യൂസ്ഡ് UDF ആണോ LDF ആണോ മെച്ചം എന്ന ഒരു കൺഫ്യൂഷൻ ഒരു വിഭാഗം ഹിന്ദുക്കൾ ഉണ്ടായിട്ടുള്ള വസ്തുതയാണ്. അപ്പൊ അവിടെ ഏകീകരണമുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ ഒരിടത്ത് BJP ആണ് അവർക്ക് സ്ട്രോങ് ഹോൾഡ് ജയിക്കണമെങ്കിൽ BJPക്ക് ചെയ്യും, അല്ലെങ്കിൽ UDF LDF എന്നുള്ള കൺഫ്യൂഷൻ അവിടെ നിൽക്കുന്നുണ്ട്. അത് ജനങ്ങളുടെ അല്ലെങ്കിൽ അതാത് മണ്ഡലങ്ങളിൽ ആ സ്ഥാനാർത്ഥി എങ്ങനെ പ്രവർത്തിക്കുന്നു, അവരുമായിട്ടുള്ള ഡീലിങ്സ് എങ്ങനെയെന്നനുസരിച്ച് മാറും. പക്ഷേ ഒരു കൺഫ്യൂഷൻ ഒരു വലിയ വിഭാഗത്തിലെ ആളുകളിലുണ്ട്. ഈ രണ്ട് സഖ്യം ഈ ഡീല് പഴകിയെങ്കിലും ഡീൽ ആളുകളുടെ ഇടയിൽ ഒരു ഇതൊരു നാടകമാണോ? ഇപ്പൊ മാർഷൽ CPM സംസാരിച്ചിട്ടില്ല. ഇപ്പൊ തമിഴ്നാട്ടില് SDP DMK ഇവരെല്ലാം ചേരുന്ന മുന്നണിയിൽ SDPക്ക് സീറ്റുണ്ട്. അതായത് SDPയുടെ സംസ്ഥാന പ്രസിഡന്റ് പിന്നെ നെല്ലൈ മുബാറക്ക് തമിഴ്നാട്ടിൽ DMK സഖ്യത്തിൽ മത്സരിക്കുകയാണ്. അവിടെ ലീഗിന്റെ ദേശീയ നേതാവ് പോയിട്ട് SDPI നേതാവിന് വോട്ട് കൊടുക്കണം. ഇത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അവിടെ വോട്ട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കണമെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ SDPI ഒരു ചർച്ചയ്ക്കും CPM പോയിട്ടില്ലെന്ന് നേമത്തെ വോട്ട് SDPIയുടെ വോട്ട് അവരാർക്കായിരിക്കും ചെയ്യുക? സ്വാഭാവികമായിട്ടും BJP എതിർക്കണം. അവർ പറഞ്ഞല്ലോ CPM ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം, ഒരു നാടകം കാണിക്കുകയും ഇത് SDPI എന്തുകൊണ്ടാണ് SDPI പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ അവരെ അതിനകത്തുള്ള പ്രശ്നം ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ CPM ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ SDPIയുടെ കാര്യം വരുമ്പോൾ വളരെ ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നതായിട്ട് ആളുകൾക്ക് തോന്നുന്നു. അത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങളിൽ നിന്ന്. മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ആദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ്. പിന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നു. അതിനുശേഷം ആണെങ്കിൽ പോലും SDPI പോലൊരു പാർട്ടിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ CPM തയ്യാറാവുന്നില്ല. കഴിഞ്ഞ ദിവസം മാർഷൽ തന്നെയാണ് ഈ പ്രശ്നം. പക്ഷേ ഞാൻ പറഞ്ഞത് അവർ ചർച്ച നടത്തി എന്നുള്ളതാണ്. അവർ ചർച്ച നടത്തിയെന്നും അവർ വോട്ട് ചെയ്യുന്നു, അവരുടെ വോട്ട് സ്വീകരിച്ചു എന്നുള്ള ചർച്ച വന്നപ്പോഴാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും അത് ശരിയല്ല ആ നിലപാടെന്ന് പറയുന്നു. ഈ നിയമം മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും CPMന് SDPI പിന്തുണയ്ക്കുന്നത് അത് CPMനോടുള്ള സ്നേഹം കൊണ്ടല്ല, BJPയോടുള്ള എതിർപ്പ് കൊണ്ടാണ്. ആ BJPയോടുള്ള എതിർപ്പുമായി എത്തുന്ന വോട്ടാണ് CPMന് ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർ തമ്മിൽ ഒരു ചർച്ചയായി, അവർ തമ്മിൽ ഒരു ധാരണയായി എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാകുക? ആ നറേറ്റീവ് ഉണ്ടായിട്ട് മുഴുവൻ ഹിന്ദു വോട്ടുകളും നമ്മൾ ഈ വട്ടം കൂടിയിരുന്ന് പച്ചയ്ക്ക് ജാതി മതം പറയാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പറയാണ്, സ്വാഭാവികമായിട്ടും ജനാധിപത്യ ബോധത്തിൽ ഇങ്ങനെ എല്ലാ മതത്തിന്റെയും ഒരു കൂട്ടായ്മ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ SDPIക്കാരാണെങ്കിലും ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം അവർക്ക് BJPയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മിണ്ടാതെ ആ വോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ BJPയെ തോൽപ്പിക്കാനുള്ള ഏത് സ്ഥാനാർത്ഥിക്കാണെങ്കിലും കൊടുക്കുക. അതായിരുന്നു അവർക്ക്. SDPIക്ക് വേണ്ടത് ഈ പറയുന്ന പൊതു അംഗീകാരം കിട്ടുക. ആര് ജയിച്ചാലും തോറ്റാലും അവർക്ക് പൊതു അംഗീകാരം കിട്ടുക. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടൻ ജയിക്കുമ്പോൾ ആദ്യം പ്രകടനം നടത്തിയത് SDPI ആണ്. ആദ്യം പ്രകടനം നടത്തിയിട്ട് ഞങ്ങളുടെ വിജയം എന്നാണ് അവർ പറഞ്ഞത്. 2000 വോട്ടിന്റെ സ്ഥാനത്ത് വന്ന് അദ്ദേഹത്തിന് വോട്ട് കൂടുതൽ കിട്ടുന്നതിന്റെ കാരണം ഞങ്ങളാണെന്നാണ്. അതാണോ ഉദാഹരണം? നമ്മൾ കാണാത്ത നാടകങ്ങളാണോ പിന്നിൽ നടക്കുന്നത്? വേറെ പല നാടകങ്ങളുമാണ്. ഏതായാലും ഇന്ന് രാഷ്ട്രീയ വൃത്തം അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.